മാറ്റരുത്. നിന്റെ കരങ്ങൾ നിർമ്മലമാകട്ടെ. പാപത്തിന്റെ സ്പർശനമേൽക്കാത്തതാകട്ടെ നിന്റെ കരങ്ങളും നിന്റെ ഹൃദയവും. അപ്പോ നമുക്കൊരു സ്വാതന്ത്ര്യത്തോടെ ദൈവസന്നിധിയിൽ കരമുയർത്തി ദൈവത്തെ ആരാധിക്കാൻ പറ്റും. തമ്പുരാന്റെ മുമ്പിലേക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ എവിടെയെങ്കിലും ഇനിയും വിശുദ്ധീകരണം നടക്കേണ്ട ഹൃദയത്തിന്റെ മേഖലകളുണ്ടെങ്കിൽ അത് കർത്താവിന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചോ. തമ്പുരാനല്ലേ നമ്മളെ വിശുദ്ധീകരിക്കുന്നത്. നമുക്ക് എന്തെല്ലാം കുറവുകളുണ്ട്, നമുക്ക് എന്തെല്ലാം പോരായ്മകളുണ്ട്. നമ്മൾ ആരും പൂർണ്ണരല്ലല്ലോ. എന്നിട്ടും ദൈവത്തിന്റെ സ്നേഹമല്ലേ ഈ പൂർണ്ണതയിലേക്ക് അനുദിനം നമ്മളെ കൈപിടിച്ചുയർത്തുന്നത്. നമ്മുടെ അയോഗ്യതയുടെ നടുവിലും പൂർണ്ണമായൊരു സമർപ്പണമാണ് സ്വർഗം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. വീഴ്ചകള് തമ്പുരാൻ പരിഗണിക്കുന്നില്ല. നമ്മുടെ ഇടർച്ചകളിലേക്ക് ഒന്നും കർത്താവ് കണ്ണു നട്ടിട്ട് നമ്മളെ കുറ്റപ്പെടുത്തുന്നവനല്ല. കർത്താവിന്റെ കാരുണ്യം അനുദിനം നമ്മളെ വീണ്ടെടുത്ത് അവന്റെ പരിശുദ്ധിയുടെ ഭാഗമാകാൻ നിരന്തരം ദൈവം നമ്മളെ ക്ഷണിക്കുമ്പോൾ ആ കാരുണ്യത്തിലേക്കല്ലേ നമ്മൾ ഉറ്റുനോക്കേണ്ടത്. അവന്റെ കൃപയില് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാനല്ലേ സ്വർഗം നമ്മളെ